വിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. ഗാന്ധിജി ഒറ്റ ദിവസത്തെ ഓർമ്മയല്ലെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് പറഞ്ഞു. ഇന്ത്യ എന്നാൽ യഥാർത്ഥത്തിൽ ഗാന്ധി തന്നെയായിരുന്നുവെന്ന് നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുന്ന ദിവസങ്ങളിൽ ഒന്നായി ഇത് മാറിത്തീരുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹത്തായ ആശയത്തെ ഇത്രമേൽ സുദൃഢമായി നിലനിർത്തിപ്പോരാൻ നമുക്ക് സാധിച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ലോകത്തിന്റെ മറ്റൊരു കോണിലുമില്ല ഇതുപോലെ വ്യത്യസ്തതകളുടെ കൂട്ടായ്മയായ ഒരു രാജ്യമെന്നത്. ഭാഷ കൊണ്ട്, വേഷം കൊണ്ട്, മതങ്ങൾ കൊണ്ട്, ജാതികൾ കൊണ്ട്, ആചാരങ്ങൾ കൊണ്ട്, വിശ്വാസങ്ങൾ കൊണ്ട് എല്ലാം വ്യത്യസ്തമായ ഒന്നിനെ, നാനാത്വങ്ങൾ നിറഞ്ഞ ഒന്നിനെ ഏകത്വം എന്ന ഇന്ത്യൻ സങ്കല്പത്തോട് ചേർത്ത് പിടിച്ചു നിർത്താൻ, അത് സ്വാതന്ത്ര്യത്തിനു മുമ്പും പിമ്പുമുള്ള രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ സമരവഴികളിലൂടെ ഇത്തരമൊരു ദേശീയ സങ്കല്പത്തെ പടുത്തുയർത്താൻ ഏറ്റവും കൂടുതലായി നമ്മെ സഹായിച്ചത് തീർച്ചയായും ഗാന്ധിയാണെന്ന കാര്യത്തിൽ, ഗാന്ധിജിയാണെന്ന കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊന്നുമേയില്ല. ഇന്ന് ഞാൻ ദീർഘമായൊരു വർത്തമാനത്തിലേക്ക് പോകുന്നതേയില്ല. ഇന്ന് പലതായ വഴികളിലൂടെ ഗാന്ധിയെ മറക്കാനും ഗാന്ധിയെ മായ്ച്ചുകളയാനും ബോധപൂർവമായ പരിശ്രമം നടക്കുന്ന കാലമാണിത്. നാം നേടിയ എല്ലാ നന്മയുടെ മൂല്യങ്ങളെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നൊരു സന്ദർഭമാണിത്. ഭരണകൂടങ്ങൾക്ക് മേലെയാണ് ഭരണഘടനയെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധ്യമാവേണ്ട ദിനം കൂടിയാണ് ഇത്. ഭരണഘടന എന്നത് കേവലമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനു ശേഷമായ കേവലമായ ഒരു ഇരുപ്പിൽ ഉണ്ടാക്കി തീർത്തതല്ല എന്നും, അത് മറിച്ച് രാജ്യത്തിന്റെ വ്യത്യസ്തതകളെയും വൈവിധ്യങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ദീർഘവീക്ഷണമുള്ള ജനനേതാക്കന്മാരുടെ വലിയ ആശയ സംവാദങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടു വന്നതാണോ എന്ന്, അത് ഒരു ദിനം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ ഈ ദിനത്തിൽ തീർച്ചയായും സാധ്യമാവേണ്ടതുണ്ട്. സബർമതി സാംസ്കാരിക വേദി കുറ്റ്യാടി സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയുടെ ഭാഗമായി ഗാന്ധി ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന, വന്ദേ മാതരം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടത്തി. എസ് സജീവ് കുമാർ അധ്യക്ഷനായി. സ്വാഗത ഭാഷകൾ വളരെ കൃത്യമായി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യവും അതിനെക്കുറിച്ചുള്ള സവിസ്തരം സൂചിപ്പിക്കുകയുണ്ടായി. ഗാന്ധിജിയാണ് അല്ലെങ്കിൽ ഗാന്ധിസമാണ് എന്നെല്ലാ പ്രയാസങ്ങൾക്കുള്ള മറുപടി എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയം. KMC ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ മൂസ തുടങ്ങിയവരെ തുർക്കികളെന്ന് അപമാനിക്കുകയും അവരെ ആ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പ, അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു, അവരെയും കൂട്ടി കുറ്റ്യാടിയിലേക്ക് വരുന്നത്. ഞാനൊരു ചരിത്രം പറഞ്ഞതാണ്. നമ്മളെ ഇവിടെ തുർക്കികൾ എന്ന് പറയാനില്ല എല്ലാവരും. യഥാർത്ഥത്തിൽ തുർക്കികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം അനുകൂലിച്ചവരെ എതിർത്ത് സംസാരിച്ചവർക്ക് അവർ ആ നാട്ടുകാർ അന്നത്തെ ഭരിക്കുന്നവരുടെ പേരായിരുന്നു. അപ്പോൾ ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും വിഷമമില്ലല്ലോ. അപ്പോൾ ആ നിലക്കാണ് ഞങ്ങൾ, എൻ്റെ ഫാമിലിയും ഗ്രൂപ്പൊക്കെ ഇവിടെ എത്തിയത്. ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനവും ഗാന്ധിജിയുടെ വരവും അദ്ദേഹം 21-ലും പിന്നെ 25-ലും 27-ലും ഒക്കെ ഇവിടെ വന്നിരുന്നു പല ആവശ്യങ്ങൾക്കായി. അദ്ദേഹമാണ് ഇവിടെ രാഷ്ട്രീയമായൊരു മാറ്റം. കാരണം ഇത് ശ്രീനാരായണ ഗുരു, നമുക്കൊക്കെ അറിയാം. ശ്രീനാരായണ ഗുരുവാണ് നമ്മുടെ നാട്ടിനൊരു മാറ്റം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ പിന്നെ അയ്യപ്പ സഹോദരന്മാരും കുറേയൊക്കെ കൂടിയിട്ടാണ് ഈ നാട്ടിൽ ഈ മാറ്റം ഉണ്ടാക്കിയത്. ദേശരക്ഷാ പ്രതിജ്ഞ എടുത്തു. ശ്രീജയ് ശൂരത്ത്, ബാലൻ തളിയിൽ, JD ബാബു, PP ദിനേശൻ, PK സുരേഷ്, VP അബ്ദുൽ ലത്തീഫ്, AK ഷിംന, T സുരേഷ് ബാബു, V വിജേഷ്, ഉബൈദ് വാഴയിൽ, ZA സൽമാൻ, PP ആലിക്കുട്ടി, ജമാൽ പാറക്കൽ, കേളോത്ത് ഹമീദ്, അംബുജാക്ഷൻ ബെൽമൗണ്ട്, രാഹുൽ ചാലിൽ, അനീഷ പ്രദീപ്, KK സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു.